ഇതാണ് നമ്മുടെ ടാസ്ക് സോഫ്റ്റ്വെയർ വരുന്നത്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ടൈപ്പ് ഓഫ് ലോഗിൻസ് വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ, സൂപ്പർവൈസർ, പിന്നെ സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ID പാസ്വേഡ് കൊടുത്ത് റെസ്ട്രിക്റ്റ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് ടൂൾസ് നമുക്ക് ഇവിടെ യൂസർ മാനേജ്മെൻ്റ് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ യൂസേഴ്സിൻ്റെ ക്രിയേഷൻസും അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഗ്രീൻ ബാക്കപ്പ് വരുന്നുണ്ട്. നമുക്ക് ഓട്ടോ ബാക്കപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്കിവിടെ ഇൻവെൻട്രി വരുന്നുണ്ട്. ഇൻവെൻട്രിയിലാണ് നമ്മൾ എല്ലാ എൻട്രീസും നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ വൗച്ചേഴ്സ് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ മാസ്റ്റർ വരുന്നത്. മാസ്റ്ററിൽ നമ്മൾ എല്ലാ ക്രിയേഷൻസും നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ ഫയൽ അക്കൗണ്ട്സ് വരുന്നുണ്ട്. നമ്മുടെ ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെയാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഇൻവെൻട്രി റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഇൻവെൻട്രിയിൽ നമ്മൾ എന്തൊക്കെ എൻട്രി ചെയ്യുന്നു അതിൻ്റെ എല്ലാ റിപ്പോർട്ട്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാസ്റ്റർ നോക്കാം. മാസ്റ്ററിൽ ഇൻവെൻട്രിയിൽ നമുക്ക് ഐറ്റം മാസ്റ്റർ എടുക്കാം. ഇവിടെയാണ് നമ്മൾ ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഐറ്റത്തിൻ്റെ പേര് കൊടുക്കുക. ഇതിൻ്റെ യൂണിറ്റ് ഇവിടെ നമുക്ക് കൊടുക്കാം. ടാക്സ് കൊടുക്കുക. ടാക്സ് ഇല്ലാത്ത ഐറ്റാണെങ്കിൽ നോൺ ടാക്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ HSന് വേണമെങ്കിൽ കൊടുക്കുക. സേവ് ചെയ്യാം. അപ്പം നമ്മൾ സേവ് ചെയ്ത ഐറ്റംസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഐറ്റംസിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഐറ്റം എടുക്കുക. അതുപോലെ തന്നെ ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് എഡിറ്റ് കൊടുക്കുക. എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി സേവ് കൊടുത്താൽ മതി. നെക്സ്റ്റ് നമുക്ക് പർച്ചേസ് നോക്കാം. ഇൻവെൻട്രിയിൽ പർച്ചേസ് എടുക്കുക. ഇത് നമ്മുടെ പർച്ചേസിൻ്റെ വിൻഡോ വരുന്നത്. ഇവിടെ നമുക്ക് ബിൽ നമ്പർ, അതായത് പർച്ചേസ് ബില്ലിലെ ബിൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ഡേറ്റ് കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ സപ്ലയറെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് പർച്ചേസിൻ്റെ വിൻഡോയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സപ്ലയറെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ സപ്ലയേഴ്സ് അക്കൗണ്ട് എന്നുള്ള ബ്ലൂ കളറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ സപ്ലയേഴ്സിനൊക്കെ ആഡ് ചെയ്യേണ്ട വിൻഡോ വരുന്നത്. ജസ്റ്റ് സപ്ലയറെ പേര് കൊടുക്കുക. ഇവിടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, കൊടുക്കാവുന്നതാണ്. അതുപോലെ നമുക്കിവിടെ രജിസ്ട്രേഷൻസ് വരുന്നുണ്ട്. അവർ GST നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. സേവ് കൊടുക്കാം. നമ്മുടെ സപ്ലയറുടെ പോപ്പായിട്ട് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് സപ്ലയറെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഐറ്റംസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടുന്ന് പർച്ചേസിൻ്റെ വിൻഡോയിൽ നിന്നുകൊണ്ട് നമുക്ക് ഐറ്റംസും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ സ്റ്റോക്ക് മാസ്റ്റർ വരുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ജസ്റ്റ് ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ബാർകോഡ് ജനറേറ്റ് ആവും. ഇത് സോഫ്റ്റ്വെയർ തന്നെ ബാർകോഡ് ജനറേറ്റ് ചെയ്യുന്നതാണ്. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ ബാർകോഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ബാർകോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ടും നിങ്ങളുടെ ബാർകോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ കഴിയും. ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ക്വാണ്ടിറ്റി കൊടുക്കുക. ഇവിടെ റേറ്റ് ആണ് കൊടുക്കേണ്ടത്, അതായത് വിത്തൗട്ട് ടാക്സ് എമൗണ്ട്. ഇവിടെ നമുക്ക് അതുപോലെ തന്നെ സെയിൽ പ്രൈസും MRPയും രണ്ട് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. MRP ആണെങ്കിൽ MRP കൊടുക്കുക. സെയിൽ പ്രൈസ് ആണെങ്കിൽ സെയിൽ പ്രൈസ് കൊടുക്കുക. അതുപോലെ നമ്മുടെ പർച്ചേസ് ബില്ലിലെ എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഇവിടെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ക്യാഷ് ഉണ്ട്. ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ ക്യാഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല ക്രെഡിറ്റ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. അതാവുമ്പോൾ നമുക്ക് ലെഡ്ജറിൽ എഫക്റ്റ് ആവും.
അതുപോലെ നമുക്കിവിടെ ഡിസ്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. ഇവിടെ ക്യാഷ് ഡിസ്കൗണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ബില്ലിൽ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഡിസ്കൗണ്ട് എമൗണ്ട് അടിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ അഡീഷണൽ ആയിട്ട് ഫ്ലൈറ്റ് ചാർജസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നരേഷൻ കൊടുക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ജസ്റ്റ് സേവ് ചെയ്യാം. നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബില്ലിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ മോഡിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് മോഡിഫൈ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്താണോ മോഡിഫൈ ചെയ്യേണ്ടത് അത് ജസ്റ്റ് മോഡിഫൈ ചെയ്തതിന് ശേഷം സേവ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ബാർകോഡ് പ്രിൻറ്റിങ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ബാർകോഡ് പ്രിൻറ്റിങ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എത്രയാണോ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ബാർകോഡ് ജനറേറ്റ് ചെയ്ത് പ്രിൻ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ പർച്ചേസ് എൻട്രി ചെയ്തതിൻ്റെ റിപ്പോർട്ട്സൊക്കെ നമുക്കിവിടെ ഇൻവെൻ്ററി റിപ്പോർട്ട്സിൽ പർച്ചേസ് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ഡേ അതുപോലെ തന്നെ മന്ത് ഫിനാൻഷ്യൽ ഇയർ അങ്ങനെയുള്ള നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഡേറ്റ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ക്രിയേറ്റ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്കിവിടെ എൻട്രി നമ്പർ, ബിൽ നമ്പർ, അതുപോലെ സപ്ലയേഴ്സിനെ വെച്ചിട്ടൊക്കെ നമുക്ക് സോർട്ട് ചെയ്തിട്ട് നമുക്ക് ബില്ലുകൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഫോർമാറ്റുകളും അവൈലബിൾ ആണ്. നെക്സ്റ്റ് സെയിൽസ് നോക്കാം. ഇവിടെ ഇൻവെൻ്ററി എടുക്കുക, സെയിൽസ് എടുക്കുക. ഇതാണ് സെയിൽസിൻ്റെ വിൻഡോ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കസ്റ്റമറെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സെയിലിൻ്റെ സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ ജസ്റ്റ് ക്യാഷ് ബില്ലൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് കസ്റ്റമറെ പേര് അല്ലെങ്കിൽ ക്യാഷ് ജസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഇനി ക്രെഡിറ്റ് കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിന് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് Alt+W ക്ലിക്ക് ചെയ്യുക. കസ്റ്റമറെ പേര് കൊടുക്കുക. ഇവിടെ അഡ്രസ്സ്, പ്ലേസ്, മൊബൈൽ നമ്പറൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇവിടെ രജിസ്ട്രേഷൻസിൽ ടാക്സ് ഉള്ള കസ്റ്റമർ ആണെങ്കിൽ അവരുടെ GST നമ്പർ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ജസ്റ്റ് സേവ് ചെയ്യാം. ഇവിടെ കസ്റ്റമർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ടൈപ്പ് വരുന്നുണ്ട്. B2C ആണോ B2B ആണോ ഏതാണെന്ന് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമുക്കിവിടെ മോഡ് വരുന്നുണ്ട്. ക്യാഷ് ആണെങ്കിൽ നമുക്ക് റെഡി പേ കൊടുക്കുക. ഇനിയിപ്പോൾ ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കുക. ഇനിയിപ്പോൾ ഡെബിറ്റ് ബാങ്ക് ത്രൂ ആണെങ്കിൽ നമ്മൾ ബാങ്ക് ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ ബാങ്കും സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കുക. ബാർകോഡ് കൊടുക്കുക. ക്വാണ്ടിറ്റി കൊടുക്കുക. അതുപോലെ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഡിസ്കൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ നമുക്ക് എമൗണ്ടിലൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ സെയിൽസ്മാനെ നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നരേഷൻ കൊടുക്കണമെങ്കിൽ നരേഷൻ കൊടുക്കാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. സേവ് കൊടുക്കുക. ഇനി സെയിൽസിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ മോഡിഫൈ എടുക്കുക. ഇവിടെ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് എഡിറ്റ് കൊടുക്കുക. എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത് എഡിറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി സേവ് കൊടുത്താൽ മതി. പാസ്വേഡ് കൊടുക്കുക. നമുക്ക് അതുപോലെ തന്നെ സെയിൽസിൻ്റെ രജിസ്റ്റർ നമുക്കിവിടെ സെയിൽസ് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നമുക്ക് മന്ത് വൈസ്, ഡേ വൈസ്, ടുഡേ എല്ലാം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ സെയിൽസിൽ നമുക്ക് ഒരുപാട് ഫോർമാറ്റുകൾ അവൈലബിൾ ആണ്. ഐറ്റം വൈസ്, ബിൽ വൈസ്, അതുപോലെ തന്നെ ടാക്സ് റിലേറ്റഡ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്കിവിടെ ബിൽ ടൈപ്പ് നമുക്ക് B2B, B2C ഒക്കെ വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്തിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ബിൽ നമ്പർ, കസ്റ്റമറിൻ്റെ നെയിം, സെയിൽസ്മാൻ എല്ലാം മോഡ് ഓഫ് പേയ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ സെയിൽ റിട്ടേൺ വരുന്നുണ്ട്. ഇവിടെ കസ്റ്റമറുടെ നെയിം കൊടുക്കുക. ഐറ്റം സെലക്ട് ചെയ്ത് കൊടുക്കുക. ബാർകോഡ് കൊടുക്കുക. ക്വാണ്ടിറ്റി കൊടുക്കുക. സേവ് ചെയ്യാം.
ഇതുപോലെ നമുക്ക് സെയിൽസ് റിട്ടേൺ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണെങ്കിൽ നമുക്ക് മോഡിഫൈ എടുക്കുക. ഇവിടെ എഡിറ്റ് ചെയ്തതിന് ശേഷം സേവ് കൊടുത്താൽ മതി. നെക്സ്റ്റ് പർച്ചേസ് റിട്ടേൺ നോക്കാം. സപ്ലയർ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഐറ്റം കൊടുക്കുക, ബാർകോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ക്വാണ്ടിറ്റി കൊടുക്കുക, സേവ് കൊടുക്കുക. ഇതുപോലെ പർച്ചേസ് റിട്ടേൺ നമുക്ക് ഇവിടുന്ന് മോഡിഫൈ ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കളക്ഷൻ നോക്കാം. ഇവിടെ കളക്ഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ് കസ്റ്റമേഴ്സ് പിന്നീട് വന്ന് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് കസ്റ്റമറെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് ബില്ല് ഇവിടെ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കളക്ഷൻ്റെ എമൗണ്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് ഡെബിറ്റ് ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബാങ്ക് ആണെങ്കിൽ ബാങ്ക് ആഡ് ചെയ്ത് കൊടുക്കുക, സേവ് കൊടുക്കുക. ഇതിൽ എഡിറ്റിങ് വരണമെങ്കിൽ നമ്മൾ ഇവിടെ മോഡിഫൈ എടുക്കുക, എഡിറ്റ് എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പേയ്മെൻറ്റ് നോക്കാം. പേയ്മെൻറ്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സപ്ലയേഴ്സിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നതൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഇവിടെ സപ്ലയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ ആ പർച്ചേസ് ബില്ല് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. എത്രയാണോ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. സേവ് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ, അതുപോലെ ഡെലിവറി ചലാൻ, GRN, പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ, കൊട്ടേഷൻ ഡീറ്റെയിൽസൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് വൗച്ചേഴ്സ് നോക്കാം. ഇവിടെ നമുക്ക് വൗച്ചേഴ്സിൽ ക്യാഷായിട്ട് നമുക്ക് കിട്ടുന്ന റെസിപ്റ്റുകളൊക്കെ നമ്മൾ ക്യാഷ് റെസിപ്റ്റിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ അക്കൗണ്ട് ഹെഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക, നരേഷൻ കൊടുക്കുക, സേവ് കൊടുക്കുക. ഇതിൽ എഡിറ്റിങ് വരുത്തണമെങ്കിൽ നമുക്ക് മോഡിഫൈ എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാഷായിട്ട് കൊടുക്കുന്ന പേയ്മെൻറ്റുകളൊക്കെ നമ്മൾ ക്യാഷ് പേയ്മെൻറ്റിലാണ് ആഡ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്കിവിടെ അക്കൗണ്ട് ഹെഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക, നരേഷൻ കൊടുത്ത് സേവ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ബാങ്ക് ഡെപ്പോസിറ്റ്സ് വരുന്നുണ്ട്. അതായത് ബാങ്ക് ത്രൂ ഉള്ള ഡെപ്പോസിറ്റ്സ് ഒക്കെ നമ്മളിവിടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. ഇവിടെ അക്കൗണ്ട് ഹെഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക, എമൗണ്ട് കൊടുക്കുക, സേവ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് വിഡ്രോവൽസും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ബാങ്കുകളാണെങ്കിൽ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുത്ത് അക്കൗണ്ട് ഹെഡ് നെയിം കൊടുത്ത് എമൗണ്ട് കൊടുത്ത് സേവ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് പോസ്റ്റ് ഡേറ്റഡ് എൻട്രീസ്, അതായത് PDC, റെസിപ്റ്റ്, ഇഷ്യൂ, പിന്നെ ജേണൽ എൻട്രീസ്, മൾട്ടി ഡെബിറ്റ്, മൾട്ടി ക്രെഡിറ്റ് ഡീറ്റെയിൽസൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് മാസ്റ്റർ നോക്കാം. അതിൽ നമുക്ക് അക്കൗണ്ട് ഹെഡ്സ് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ പുതിയതായിട്ടുള്ള അക്കൗണ്ട് ഹെഡുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ജസ്റ്റ് നമുക്ക് ഓഫീസ് എക്സ്പെൻസ് കൊടുക്കാം, സബ് ഷെഡ്യൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യാം. ഇതുപോലെ നമുക്കിവിടെ മാസ്റ്ററിൽ കസ്റ്റമേഴ്സിനെ അതുപോലെ തന്നെ സപ്ലൈസിനൊക്കെ ബൾക്കായിട്ട് നമുക്കിവിടെ ആഡ് ചെയ്യാം. അതുപോലെ എംപ്ലോയീസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ക്രിയേഷൻസ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഇവിടെ മാസ്റ്ററിലാണ്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് നോക്കാം. ഇവിടെ നമുക്ക് ഓപ്പണിംഗ്
ബാലൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ, സപ്ലയേഴ്സിൻ്റെ, എംപ്ലോയീസിൻ്റെ, അതുപോലെ നമുക്ക് ക്യാഷ് ആൻഡ് ബാങ്ക് എല്ലാം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് ബുക്സിലാണ് നമുക്ക് ക്യാഷ് ബുക്ക്, ബാങ്ക് ബുക്ക്, ക്യാഷ് ആൻഡ് ബാങ്ക് ബുക്ക്, ജേർണൽ രജിസ്റ്റർ, അതുപോലെ ഡേ ബുക്കൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ലെഡ്ജേഴ്സ് എടുക്കുകയാണെങ്കിൽ നോർമൽ, ഇതുപോലെ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ട്രയൽ ബാലൻസ് വരുന്നുണ്ട്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ എൻട്രീസിലെ എല്ലാ റിപ്പോർട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ നമുക്കിവിടെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ട് സ്റ്റോക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമുക്കിവിടെ സ്റ്റോക്ക് ലെഡ്ജർ ഉണ്ട്. നമുക്ക് പ്രത്യേക ഒരു ഐറ്റത്തിൻ്റെ നെയിം കൊടുത്ത് ക്രിയേറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രാൻസാക്ഷൻസ് നമുക്ക് അറിയാൻ കഴിയും. ആ ഐറ്റത്തിൻ്റെ പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ അറിയാൻ വേണ്ടി സാധിക്കും.